നിങ്ങൾ നാട്ടിൽ വെച്ച് ഏതെങ്കിലും ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ക്യാഷ് അയച്ചു കൊടുത്തപ്പോൾ അക്കൗണ്ട് നമ്പർ മാറി വേറെ ആരെങ്കിലും അക്കൗണ്ടിൽ പോയി കയറിയിട്ടുണ്ടോ? എനിക്കൊരിക്കൽ പറ്റിയിട്ടുണ്ടോ? പക്ഷേ പേടിക്കാനൊന്നുമില്ല, നമുക്ക് ആ ക്യാഷ് തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഗൾഫിൽ നിന്ന് നാട്ടിലായിട്ട് ക്യാഷ് അയക്കുമ്പോൾ, ഈ എക്സ്ചേഞ്ചിലൊക്കെ പോയി ക്യാഷ് അയക്കുമ്പോൾ ഈ അക്കൗണ്ട് നമ്പർ മാറി വേറെ ആരെങ്കിലും അക്കൗണ്ടിൽ അത് പോയി കയറി കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് അത് തിരിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് നമ്പറൊക്കെ അടിക്കുമ്പോൾ നമ്മൾ വളരെയേറെ സൂക്ഷിക്കണം. ഒരിക്കലും നമ്മൾ ഓർമ്മയിൽ നിന്ന് എടുത്ത് അക്കൗണ്ട് നമ്പർ അടിക്കരുത്. ഒന്നുകിൽ പാസ്ബുക്ക് നോക്കി അടിക്കുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലൊക്കെ നോക്കി എഴുതി എടുത്തിട്ട് അത് നോക്കി അടിക്കുക. ഇതിപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും നാട്ടിലിട്ട് ക്യാഷ് അയക്കുന്നത് എക്സ്ചേഞ്ചുകളുടെ ആപ്പ് വഴിയായിരിക്കും. അപ്പോൾ നമ്മൾ പുതുതായിട്ടൊക്കെ ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്കതിൽ ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നല്ലോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റുകയാണ്. ഞാൻ പുതുതായിട്ടൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അതിൽ ബെനിഫിഷ്യറി അടിച്ചപ്പോൾ അക്കൗണ്ട് നമ്പർ അടിച്ച് തെറ്റിപ്പോയി. എനിക്ക് നാട്ടിൽ 1-2 ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഒരു ബാങ്കിൻ്റെ ആദ്യത്തെ കുറച്ച് നമ്പറും വേറൊരു ബാങ്കിൻ്റെ അവസാനത്തെ കുറച്ച് നമ്പർ അടിച്ചു വെച്ചു. സത്യത്തിൽ അങ്ങനെ ഒരു അക്കൗണ്ട് നമ്പർ ആ ബാങ്കിൽ ഇല്ലാത്തതുകൊണ്ട് പോയ ക്യാഷ് തിരിച്ചു വന്നു. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, പോലെ ഒരു നമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വേറെ ആരെങ്കിലും അക്കൗണ്ടിലാണ് അത് പോയി കയറിയെങ്കിൽ സത്യത്തിൽ ആ ക്യാഷ് ഞാനത് മറന്നു കളയേണ്ടി വന്നേനെ. എൻ്റെ ക്യാഷ് തിരിച്ചു വന്നെങ്കിലും അത് വരാനായിട്ട് ഒരു ദിവസം സമയമെടുത്തു. അപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ വൈഫിനെ നാട്ടിലെ ബാങ്കിലൊന്ന് വിട്ട് അന്വേഷിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് ഓൾറെഡി ഇങ്ങനൊരു അക്കൗണ്ട് നമ്പർ അവരുടെ ബാങ്കിലില്ല, അതുകൊണ്ട് തന്നെ ക്യാഷ് അങ്ങോട്ട് ചെല്ലില്ല, അത് തിരിച്ചു വന്നോളൂ. അപ്പോൾ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ അവർ പറഞ്ഞു, ഇനി ഇൻ കേസ് നിങ്ങളിപ്പോൾ തെറ്റി അയക്കുമ്പോൾ അത് വേറെ ആരെങ്കിലും അക്കൗണ്ടിലാണ് കയറുന്നതെങ്കിൽ അത് അവരിന്ന് തിരിച്ചു കിട്ടില്ല എന്ന്. സത്യത്തിൽ ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ട് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇവിടുത്തെ എക്സ്ചേഞ്ചിൽ വിളിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവർ പറയും ക്യാഷ് നാട്ടിലായിട്ട് സെൻഡ് ആയിട്ടുണ്ട്, നാട്ടിൽ അന്വേഷിക്കാൻ പറയും. അപ്പോൾ നാട്ടിൽ നമ്മൾ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവർ പറയും ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ഗൾഫിൽ തന്നെ അന്വേഷിക്കാൻ പറയും. ഇത് ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ. അപ്പോൾ നമ്മളൊരു മുൻകരുതലെടുക്കുക, സൂക്ഷിക്കുക. പിന്നെ വേറൊരു കാര്യം കൊണ്ടുള്ളത്, ഇതെനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതലായിട്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോട്ടോ. മാത്രമല്ല ഇപ്പോൾ ഇത് ഞാനീ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഗൾഫിൽ നിന്ന് നാട്ടിലായിട്ട് ക്യാഷ് അയക്കുമ്പോൾ അത് തെറ്റി വേറെ ആരുടെങ്കിലും അക്കൗണ്ടിൽ അത് പോയി കയറിക്കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫോർമാലിറ്റീസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് എന്തായാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണ്ട. കാര്യം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അത് തിരിച്ച് കിട്ടില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനായിട്ട് ഒരിക്കലും മടിക്കരുത്. നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നിയുകൊണ്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, വീണ്ടും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ബൈ, സീ യു, സൈനിങ് ഓഫ് അജ്മൽ സ്റ്റോറി.